സംസാരിക്കുമ്പോൾ സമയത്തെക്കുറിച്ച് പലതരത്തിൽ നമ്മൾ പറയാറുണ്ട്. ഇന്നത്തെ വീഡിയോ എക്സ്പ്രഷൻ ഓഫ് ടൈമിനെ കുറിച്ചാണ്. അതായത് സമയം എങ്ങനെയെല്ലാം സെന്റൻസിൽ സൂചിപ്പിക്കാം, അതല്ല ഏതൊക്കെ പ്രിപ്പോസിഷൻസ് ആണ് സെന്റൻസിൽ നമ്മൾ സമയത്തെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സാധാരണ സെന്റൻസിൽ സമയത്തിന്റെ ചെറിയ യൂണിറ്റിന് മുൻപിൽ അറ്റും വലിയ യൂണിറ്റിന് മുന്നിൽ ഇന്നു ആണ് യൂസ് ചെയ്യുന്നത്. ചെറിയ യൂണിറ്റിന് മുന്നിൽ, സമയത്തിന്റെ ചെറിയ യൂണിറ്റിന് മുന്നിൽ അറ്റും വലിയ യൂണിറ്റിന്റെ മുൻപിൽ ഇന്നു ആണ് യൂസ് ചെയ്യുന്നത്. ചെറിയ യൂണിറ്റ് വലിയ യൂണിറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആകണ്ട, സെന്റൻസ് പറയുമ്പോൾ ക്ലിയർ ആയിരിക്കും. ഈ സെന്റൻസ് നോക്കിയേ, ഷീ കെയിം ഹിയർ അറ്റ് 6 o'clock. അറ്റ് 6 o'clock ഇതൊരു ചെറിയ ഡ്യൂറേഷനാ പറയുന്നത്. ഇത്തരത്തില് at 6 o'clock, at 10 PM, at noon, at sunset എന്നീ എക്സ്പ്രഷൻസിന്റെ ഒക്കെ മുന്നിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അറ്റാണ്. ഇതിനെയാണ് നമ്മൾ ചെറിയ സമയത്തിനെ കാണിക്കുന്ന ചെറിയ യൂണിറ്റുകൾ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ സമയത്തിനെ കാണിക്കുന്ന ചെറിയ യൂണിറ്റുകളുടെ മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അറ്റാണ്. എന്നാൽ ഈ സെന്റൻസ് നോക്കിയേ, കോളേജ് റീഓപ്പൺസ് ഇൻ ജൂൺ. കോളേജ് റീഓപ്പൺസ് ഇൻ ജൂൺ. ഒരു മാസം എന്ന് പറയുന്നത് കുറച്ചും കൂടി വലിയൊരു ടൈം ഡ്യൂറേഷൻ ആണ്. ഇത്തരം ഡ്യൂറേഷനെയാണ് വലിയ യൂണിറ്റുകൾ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോ മാസങ്ങൾ പറയുമ്പോൾ, സീസൺസ് പറയുമ്പോൾ, ഡെക്കേഡ്സ് പറയുമ്പോൾ അവിടെയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്നാണ്. അപ്പൊ നേരത്തെ പറഞ്ഞത് സമയത്തിന്റെ ചെറിയ യൂണിറ്റ്സിനെ കാണിക്കാൻ നമ്മൾ അറ്റും വലിയ യൂണിറ്റ്സിനെ കാണിക്കാൻ നമ്മൾ ഇന്നു ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു പ്രത്യേക ദിവസം കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺ ആണ്. ദിവസം എന്ന് പറയുന്നതും ഒരു സമയം തന്നെയാണ് അല്ലെ. അപ്പൊ ഒരു പ്രത്യേക ദിവസം കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺ എന്ന പ്രപ്പോസിഷൻ ആണ്. സെന്റൻസ് നോക്കിയേ, ഐ വാസ് ബോൺ ഓൺ 19th September. ഇവിടെ ഒരു ടൈമാണ് പറയുന്നത്. അപ്പൊ ഇതൊരു സ്പെസിഫിക് ആണ്, സ്പെഷ്യൽ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺ എന്ന പ്രപ്പോസിഷൻ ആണ്. ഐ വാസ് ബോൺ ഓൺ 19th September. I met him on my birthday. നോക്കി, ഇതൊരു സ്പെഷ്യൽ ഡേ ആണ്, നമ്മുടെ ബർത്ത്ഡേ അല്ലെ. അപ്പൊ ആ ഒരു ദിവസം, അന്നാണ് അവനെ കണ്ടത് എന്ന്, ഓൺ മൈ ബർത്ത്ഡേ, എന്റെ ബർത്ത്ഡേ ദിവസമാണ് കണ്ടത്. അപ്പൊ നമ്മൾ എന്താണ് യൂസ് ചെയ്തത് അവിടെ? ഓൺ എന്ന പ്രിപ്പോസിഷൻ. ഐ മെറ്റ് ഹിം ഓൺ മൈ ബർത്ത്ഡേ. ലാസ്റ്റ് സെന്റൻസ് നോക്കിയേ, ഐ എം ഗോയിങ് ടു ദ പാർട്ടി ഓൺ സാറ്റർഡേ അല്ലെ. നമ്മളൊരു ദിവസം പ്രത്യേകം എടുത്ത് പറയാണ്, സാറ്റർഡേ ആണ് നമ്മൾ പാർട്ടിക്ക് പോകുന്നത്. അപ്പോ ഇത്തരം സിറ്റുവേഷനിൽ ഒരു പ്രത്യേക ദിവസം അല്ലെങ്കിൽ സ്പെസിഫിക് ഡേ, ഡേറ്റ് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺ എന്നതാണ്. ഞാൻ ഒന്നുകൂടി പറയാം, നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സ്പെസിഫിക് ഡേറ്റ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡേ പറയാണ്, ഡേറ്റോ ഡേയോ പറയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ഓൺ ആണ്. ഡേയും ഡേറ്റും ഒക്കെ എന്ത് തന്നെയാണ്? സമയത്തെ കാണിക്കുന്ന വേർഡ്സുകളാണ്. ഇനി ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ട ഒരു ഫൈനൽ ടൈം ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ന ദിവസം ഇന്ന സമയത്ത് അത് ചെയ്ത് തീർക്കണം, ഒരു ഫൈനൽ ടൈം പറയുന്നുണ്ടായിരിക്കും. ഇത്തരത്തില് ഒരു കാര്യം ചെയ്ത് തീർക്കേണ്ട അവസാനത്തെ സമയം അല്ലെങ്കിൽ ആ ഫൈനൽ ടൈമിന് മുൻപിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ബൈ ആണ്. സെന്റൻസ് പറയാം ഞാൻ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ചെയ്ത് തീർക്കേണ്ട ഫൈനൽ ടൈമിന് മുന്നിൽ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ബൈ ആണ്. സമയത്തെ കാണിക്കുന്ന പ്രപ്പോസിഷൻ ബൈ ആണ്. സെന്റൻസ് നോക്കിയേ, ദ അസൈൻമെന്റ് ഷുഡ് ബി ഫിനിഷ്ഡ് ബൈ നെക്സ്റ്റ് ഫ്രൈഡേ. ബൈ നെക്സ്റ്റ് ഫ്രൈഡേ. അപ്പോ നെക്സ്റ്റ് ഫ്രൈഡേക്ക് മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? അസൈൻമെന്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഈ നെക്സ്റ്റ് ഫ്രൈഡേ എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് ഡേറ്റ് ആണ്. അതിനു മുൻപ് തീർത്തിട്ടുണ്ടായിരിക്കണം. ഇത്തരത്തിലൊരു ലാസ്റ്റ് ഡേറ്റ് പറയുന്ന അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം പറയുന്നതിന് മുന്നേ നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ഓഫ് ടൈം എന്ന് പറയുന്നത് ബൈ ആണ്. അടുത്ത സെന്റൻസ് നോക്കി, യു മസ്റ്റ് ബി ഓഫീസ് ബൈ 10 o'clock. 10 മണിയാകുമ്പോഴേക്കും നീ എന്ത് ചെയ്യണം? ഓഫീസിൽ ഉണ്ടായിരിക്കണം, നിർബന്ധമാണ്. അപ്പൊ ഇവിടെയും ഒരു ഫൈനൽ ടൈം ആണ് കൊടുക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഫൈനൽ ടൈം പറയുന്നതിന് മുൻപ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രപ്പോസിഷൻ ഓഫ് ടൈം എന്ന് പറയുന്നത് ബൈ ആണ്. ഇനി ഒരു കാര്യം മുൻപേ തുടങ്ങിയതായിരിക്കും, അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. മുൻപേ തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. എങ്കിൽ ആ മുൻപേ തുടങ്ങിയ സമയത്തെ കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്
സിൻസ് എന്നതാണ്. ഒരു ആക്ഷൻ മുൻപേ തുടങ്ങിയത് ഇപ്പോഴും തുടരുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ തുടങ്ങിയ സമയം കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് സിൻസ് ആണ്. സെന്റൻസസ് നോക്കിയേ. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. അപ്പോ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോ മുതൽ? രാവിലെ മുതൽ. ഒരു കാര്യം മുൻപേ തുടങ്ങിയത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ തുടങ്ങിയ സമയത്തിന്റെ മുൻപിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് സിൻസ് ആണ്. ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയത് രാവിലെ മുതലാണ്. അപ്പൊ മോർണിംഗ് എന്നതിന് മുന്നിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? സിൻസ് യൂസ് ചെയ്തത്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് മോർണിംഗ്. അടുത്ത സെന്റൻസ് നോക്കിയേ. ഷീ ഹാസ് ബീൻ ഇൽ സിൻസ് ലാസ്റ്റ് മൺഡേ. അവൾക്ക് വയ്യ. എപ്പോ മുതലാണ്? കഴിഞ്ഞ മൺഡേ, തിങ്കളാഴ്ച മുതൽ. ഇത്തരത്തില് ഒരു ആക്ഷൻ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ തുടങ്ങിയ സമയത്തിന്റെ മുൻപിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സിൻസ് എന്ന വേർഡ് ആണ്. ഈ വേർഡ്സ് നോക്കിയേ. ടുമോറോ, യെസ്റ്റർഡേ, ടുഡേ. ഇതും സമയത്തെ കാണിക്കുന്ന വേർഡ്സ് ആണ് അല്ലെ. എന്നാൽ ഈ വേർഡ്സിന്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല? പ്രപ്പോസിഷൻസ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഈ വേർഡ്സിന്റെ മുന്നിൽ സമയത്തെ കാണിക്കുന്ന പ്രപ്പോസിഷൻസ് യൂസ് ചെയ്യാറില്ല. ടുമോറോ, യെസ്റ്റർഡേ, ടുഡേ. സെന്റൻസ് നോക്കിയേ. I will upload a new video tomorrow. I will upload a new video tomorrow. നാളെ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇവിടെ ടുമോറോ എന്ന് പറയുന്നത് സമയത്തെ കാണിക്കുന്ന ഒരു വേർഡാണ്. അതിന്റെ മുന്നിൽ നമ്മൾ at, in, by എന്നൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. I will upload a video tomorrow. അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ സമയത്തെ കാണിക്കുന്ന പ്രപ്പോസിഷൻസിനെ കുറിച്ചാണ്. അതിൽ ഇന്ന് ഡിസ്കസ് ചെയ്തത് at, in, on, by, since എന്നീ വേർഡ്സ് ആണ്. എക്സ്പ്രഷൻ ഓഫ് ടൈം ഇവിടെ തീരുന്നില്ല. ബാക്കിയെല്ലാം മറ്റൊരു വീഡിയോയില്. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.